വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടി യാത്രകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചന്നപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. ചന്നപട്ടണം എന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള ഒരു കളിപ്പാട്ടങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ചന്നപട്ടണം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ചന്നപട്ടണം. ചന്നപട്ടണം എന്ന് പറഞ്ഞാലും കളിപ്പാട്ടങ്ങളുടെ നാടെന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ കൊച്ചി ടു നേപ്പാൾ സൈക്ലിങ്ങിന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു വർക്കിന് വേണ്ടി എത്തിപ്പെട്ടാണ്. കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെ സ്റ്റക്കാണ്. ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്യാനായിട്ടുണ്ടായി, സൈക്കിളൊന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യത്തിൽ ഇങ്ങനെ നിന്ന് പോയിട്ട് യാത്രകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ചന്നപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു ചായക്കട ഉണ്ട്, ചെറിയ ചായക്കട ഉണ്ട്, നല്ലൊരു സൂപ്പർ ചായയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നല്ല 2 മട്ടൻ ബിരിയാണി കിട്ടുന്ന 2 കടകളുണ്ട്. അപ്പോൾ അവിടെയും പോയിട്ട് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ചന്നപട്ടണത്തിലെ കളിപ്പാട്ട കടകളിലൊന്ന് കയറണം. കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ മരത്തിൽ തീർത്ത കളിപ്പാട്ടങ്ങളാണ്. ഏറ്റവും നല്ല രസകരമായിട്ടുള്ള കുറേ വ്യത്യാസമായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങൾ കാണാൻ പറ്റും ഈ കടകളിലെല്ലാം കയറി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഒരുമിച്ച്. നേരെ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായക്കടയിലേക്ക് പോകാം. ചായക്കടയിൽ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ആ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ചായക്കട. ചെറിയൊരു കടയാണ് ചെറുതാണെങ്കിൽ പോലും ഇവിടെ ഉണ്ടാക്കുന്ന ചായയുടെ രീതികൾ നല്ല രസമാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റണ ഈ അടിച്ച ചായ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലെ തന്നെ വെച്ചിട്ടൊക്കെയാണ് സാധനം ചെയ്യണം. എന്നാൽ അതിനകത്തും കുറച്ച് ഡിഫറൻസിലാണ് പുള്ളി ചെയ്യണം. പുള്ളിയുടെ കയ്യിലൊരു കപ്പുള്ള ഒരു കപ്പിനകത്ത് പൊക്കത്താണ് തേയിലേക്ക് വെച്ചിട്ട് അതിനകത്ത് കുറച്ചേരം ഇങ്ങനെ ഇട്ട് 2 കറക്കൊക്കെ കറക്കിയിട്ടാണ് നമുക്കെല്ലാം സെറ്റാക്കി തന്നത്. ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂർ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ കടയിലും ഈ ഫ്ലാസ്കിലൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായകളൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്നും കുടിച്ചിട്ടൊരു ചായ കുടിച്ച ഫീലില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഒരു നല്ല ചായ ഉണ്ട്. നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചായ പകുതി ഉള്ളെങ്കിൽ പോലും കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിച്ചതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചന്നപട്ടണം എത്തിപ്പെട്ടത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നതുകൊണ്ടിട്ട് നമുക്ക് നേരെ ചന്നപട്ടണയുടെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചന്നപട്ടണത്തിൽ ഒരു വില്ലേജ് ഉണ്ട്, സെയ്തുവാടി എന്ന് പറഞ്ഞ വില്ലേജാണിത്. അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറിയിട്ടുള്ള കാഴ്ചകളാണിത്. വളരെ പഴക്കമുള്ള കുറേ ബിൽഡിങ്ങുകളും, അതും കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിട്ടുള്ള കൺസ്ട്രക്ഷനിൽ കുറേ വീടുകളെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുറേ ആൾത്താമസമുള്ളതുകൊണ്ട് എല്ലാം ഇവിടുത്തെ നാട്ടുകാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മുടെ മട്ടാഞ്ചേരിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കുമ്പോഴുള്ളൊരു ഫീൽ പോലെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു സെയ്ദ് വാടി എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു സെയ്ദ് ബീഡി എന്ന് പറഞ്ഞിട്ടൊരു ബീഡി ഉണ്ടാക്കുന്ന ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് മനസ്സിലാവുന്നത് സെയ്ദ് ബീഡി കുറച്ച് നാളായിട്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. വർക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് അവർ കമ്പനി പൂട്ടി തുടങ്ങണ കുറച്ച് സാഹചര്യത്തിൽ അവരിപ്പോൾ അടച്ചിട്ടേക്കണതാണ്. അത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നേരെ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ മാർക്കറ്റിലൂടെയൊക്കെ കുറച്ച് കറങ്ങി നടന്നെല്ലാം സമയമാണല്ലോ, ബിരിയാണിക്ക് ഉച്ചയാവണ സമയം. അപ്പോൾ നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകണതാണ്. ഇവിടെ ഒരു കലക്കൻ മട്ടൻ ബിരിയാണി കിട്ടുന്ന 2 കടകളുണ്ട്. അപ്പോൾ 2 കടയിൽ കയറിയിട്ടും ബിരിയാണി കഴിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ വെച്ചേക്കണത്. പോയി നോക്കണം. ഫസ്റ്റ് കടയിൽ കയറിയിട്ട് ആദ്യം ഒന്ന് ബിരിയാണി കഴിച്ചിട്ട് വേണം 2 കടയിലും കയറണമെന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം ബിരിയാണി കഴിക്കാൻ കയറണമെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് താജ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണി തന്നെയാണ്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നേക്കണം. മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ മട്ടൻ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അപ്പുറത്ത് തന്നെയായിട്ട് ഒരു തൊട്ട് 2 കടയുടെ അപ്പുറത്ത് തന്നെയായിട്ട് ഒരു സഹാറ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്. അവിടെയും നല്ല ബിരിയാണി തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ മൈസൂർ ഹൈവേ വന്നതിന് മുമ്പായിട്ട് ആൾക്കാരുകൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും ഈ ചന്നപട്ടണം വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ആ ടൈമിൽ ഈ 2 റെസ്റ്റോറൻറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനായിരുന്നു. ഈ മട്ടൻ ബിരിയാണി അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി ഐറ്റംസ് പിന്നെ കാട ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ രീതിയിലായിരുന്നു ഇവർ 2 പേരും പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ആ ടൈമിൽ നല്ല ക്രൗഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 2 റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത് രണ്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് വന്നാലും ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് അവിടെയും കൂടി പോയി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് ഹൈവേ വഴി പോകണോണ്ടിട്ട് ഇവിടെ ആരും എത്തിപ്പെടണില്ല. ഇത് ചന്നപട്ടണം എന്ന ഉള്ളിലോട്ടുള്ള സ്ഥലമായി കൊണ്ടിട്ടും ഇവിടെ അത് കാരണം തന്നെയാണ് ഇപ്പോൾ ഒട്ടും ക്രൗഡില്ലാത്ത. എന്നാലും ഞങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും വളരെ നല്ല ബിരിയാണി തന്നെയാണ് ഇവിടുന്ന് കഴിച്ചതും. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടീവ് കിട്ടിയിട്ടാണ് നേരെ അടുത്ത കടയിൽ പോയിട്ട് അവിടുത്തെ ഇനി ട്രൈ ചെയ്യണം, ഇവരേലും ബെസ്റ്റാണ് അതൊന്നും അറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത കടയിലോട്ടും കൂടി പോയിട്ട് കഴിച്ചിട്ട് വേണം അവിടുത്തെ നോക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള സഹാറ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇനി അടുത്ത പോകുന്നത്.
അങ്ങനെ അടുത്ത സഹാറ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മട്ടൻ ബിരിയാണി തന്നെയാണ് പറയണത്. മട്ടൻ ബിരിയാണി പറഞ്ഞിട്ട് ഇതും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ രണ്ട് സ്ഥലത്തെ ബിരിയാണി ഏതാ നല്ലതെന്നൊന്നും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നിരുന്ന് ഇവിടെ മട്ടൻ ബിരിയാണി തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമോയെന്ന് അറിയാൻ പാടില്ല. ഞാൻ ശരിക്കും ഒരു ബിരിയാണിയൊന്നും മൊത്തത്തിൽ കഴിക്കാറില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബിരിയാണിയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത്. വയറെന്തായാലും ഫുള്ളാണ്. എന്നാലും ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ അടുത്ത ബിരിയാണിയും കൂടി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സ്ഥലത്ത് അടുത്ത ബിരിയാണിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനി ഒന്ന് കഴിച്ച് നോക്കിയിട്ടാണ് ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. കണ്ടിട്ട് ശരിക്കും കളർ അവിടുത്തെ ബിരിയാണിക്കാണ് കൂടുതൽ. ഇവിടുത്തെ ബിരിയാണിക്ക് കുറച്ച് കളർ കുറവാണ്. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതൽ, അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ച് നോക്കിയിട്ടും ശരിക്കും എനിക്കിഷ്ടപ്പെട്ടത് അവിടുത്തെ ഫസ്റ്റ് കഴിച്ച ബിരിയാണിയാണ്. അതും കൊള്ളാം. ഈ ബിരിയാണി ഒട്ടും കൊള്ളൂല എന്നൊന്നുമല്ല, നല്ല ബിരിയാണി തന്നെയാണ് ഇവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലോട്ട് പോകണവരാണെങ്കിലും മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വന്നവരാണെങ്കിലും ഇടയ്ക്കുള്ള ഈ ചന്നവട്ടം എന്നുള്ള സ്ഥലത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ബിരിയാണി കടകളിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അത് അവർക്കും നല്ലൊരു സന്തോഷം തന്നെ ആയിരിക്കും. കാരണം അത്ര തിരക്കുണ്ടായ ഒരു സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റയടിക്കൊരു ഹൈവേ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇവർക്കെല്ലാം കിട്ടിയേക്കണം പ്രശ്നങ്ങൾ. പിന്നെ ഇത് അതുപോലെ തന്നെയുള്ള ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ കളിപ്പാട്ടക്കടകൾ. കളിപ്പാട്ടക്കടകളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെറുപ്പത്തിലോട്ട് തന്നെ തിരിച്ചു പോകും. അതുപോലെയുള്ള കുറേ വെറൈറ്റി നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച കളിപ്പാട്ടങ്ങളാണെങ്കിലും പിന്നെ നമ്മൾ കാണാത്ത, ഞാനിതുവരെ കാണാത്ത കുറേ മരം കൊണ്ട് മാത്രമുള്ളത്, മെക്കാനിസം ഒന്നും ഇല്ലാണ്ട് മരം കൊണ്ടുള്ള ഭയങ്കര ക്രേസി ആയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കുകളാണെങ്കിൽ കുറേ ഫുള്ള് മരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ബ്രാസിലും അയണിലൊക്കെ ചെയ്ത കുറേ വർക്കുകളുണ്ട്. എങ്കിൽ കൂടി കുറേ കളിപ്പാട്ടങ്ങളുണ്ട്, വേറെ വെറൈറ്റി കളിപ്പാട്ടങ്ങൾ. പിന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുതിരയൊക്കെ ഉണ്ടല്ലോ മരത്തിൻ്റെ, അത് അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ട് ശരിക്കും നമ്മൾ ചെറുപ്പകാലത്തിലോട്ട് തിരിച്ചു പോകാനും നമുക്ക് ഇതേപോലെയുള്ള കുറേ കടകൾ നമ്മളെ ഉപകാരപ്പെടണം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെ നോക്കിയാലും ഓരോ സെക്ഷനിലും ഓരോ വെറൈറ്റി വന്നിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വരുമ്പോൾ ഇതിപ്പോൾ കാണുന്ന ഈ മരത്തിൻ്റെ മരത്തിൻ്റെ കുറേ ഫാഷൻ അക്സസറീസ്, അതേപോലെ ഒരു സൈഡിൽ ഫുള്ള് കളിപ്പാട്ടങ്ങൾ, ഒരു സൈഡിൽ ദൈവങ്ങളുടെ കുറേ രൂപങ്ങൾ, അതുപോലെ തന്നെ നിറയെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന കടകളായിരിക്കും ഇവിടെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ എല്ലാ കളിപ്പാട്ട കടകളിലും കാണപ്പെടണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള വ്യൂസാണ്. കാരണം അതിവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്ത് മേടിക്കണമെന്ന് പോലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൺഫ്യൂഷനായി പോണ രീതിയിലാണ്. ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി കഴിഞ്ഞിട്ട് എന്ത് മേടിക്കണമെന്ന് കാരണം ഇഷ്ടപ്പെടാത്തതല്ല, എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അതേപോലത്തെ രീതികളിൽ. പിന്നെ കുറേ നമുക്ക് ഡെക്കോർ വെക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ കളിപ്പാട്ടക്കട എന്ന് പറയുകയാണെങ്കിൽ പോലും കളിപ്പാട്ടങ്ങൾ മാത്രമായിട്ടല്ല, കുറേ ഹൗസ് വാമിങ് പോലത്തെ ഉള്ള പരിപാടികൾക്ക് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ ടൈപ്പ് സാധനങ്ങൾ എല്ലാം കൂടി നിറഞ്ഞിരിക്കുന്ന കുറേ കടകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നിട്ട് മൈസൂരിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ചന്നപട്ടണ. ഓരോ നാട്ടിലും കുറേ വ്യത്യസ്തകളുണ്ടെന്ന് പറയില്ല, അതുപോലെ തന്നെ ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ നല്ല ജീവിതങ്ങളും കുറേ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റണതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഈ ചെറിയ ഗ്രാമത്തിലേക്ക് ഒന്ന് വന്ന് ഇവിടുത്തെ കളിപ്പാട്ടങ്ങളുടെ കടകളിലൊക്കെ ഒന്ന് കയറി ചെറുതായിട്ടൊന്ന് പർച്ചേസൊക്കെ ചെയ്ത് പോകണമെങ്കിൽ അവർക്കും നല്ലൊരു ഉപകാരം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം കുറേ നേരം കളിപ്പാട്ടക്കടയിലെല്ലാം കയറിയിരുന്നു, കുറേ സമയങ്ങളെല്ലാം പോയി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ സൈഡിൽ തന്നെയുള്ളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കരിമ്പൻ ജ്യൂസും കൂടി കുടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകണമായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങി തിരിച്ചാണ്. അത് കഴിഞ്ഞപ്പോഴേക്കാണ് നല്ല ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ആ ബിരിയാണിയും കൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി 2 റെസ്റ്റോറൻറ്റിലെല്ലാം പോയി ബിരിയാണിയും കഴിച്ച് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കളിപ്പാട്ടക്കടകളാണെങ്കിലും അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിൽ കുറേ കളിച്ചതായിട്ടുള്ളതും പിന്നെ ഇതുവരെ കാണാത്തതായിട്ടുള്ള പലതരം കളിപ്പാട്ടങ്ങളും കുറേ വ്യത്യസ്തമായിട്ടുള്ള കളിപ്പാട്ടങ്ങളെല്ലാം കണ്ട് കുറേ സമയം കളിപ്പാട്ടക്കടകളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇപ്പോൾ വീടിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കണതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൊഴി. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളോട് ഭയങ്കര കമ്പനിയാണ്. എല്ലാ പിള്ളേരും നമ്മളുള്ള ടൈമിൽ എപ്പോഴും വീട്ടിലോട്ടൊക്കെ വന്ന് കളിക്കാനാണെങ്കിലും നമ്മളെല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെച്ച ബോർഡാണ് മദർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഹൗസ് നമ്പർ 16 മദർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോർഡെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മളെ ഒരു ആളും കൂടി ഇവിടെ ഇരിക്കണുണ്ട്. ആൾ റെസ്റ്റിലാണ്, കുട്ടൂസൻ
കുട്ടൂസനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടൂസനാണ് എന്നെ നേപ്പാളിൽ കൊണ്ടുപോകാനുള്ള ആളെ ഇപ്പോൾ കുറച്ച് ആളായിട്ട് റെസ്റ്റിലാണ്. ഇനിയിപ്പോൾ ആളെ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം. കുട്ടൂസനും ഞാനും കൂടി ഉടനെ തന്നെ അടുത്ത യാത്രകളൊക്കെ വരുന്നതായിരിക്കും. അടുത്ത കുറേ നല്ല വീഡിയോസ് എല്ലാം കുട്ടൂസിൻ്റെ ഒപ്പം ഉള്ള ഉടനെ തന്നെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. അടുത്ത കുറേ നല്ല വീഡിയോകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.